സാധാരണ നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസിക്ക് 2 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ഒരു പദ്ധതിയാണ്. പറഞ്ഞ ലോക കേരള സഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, കൂടാതെ മുഖ്യമന്ത്രി പലപ്പോഴായിട്ട് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചു. അപ്പോഴൊക്കെ കൊടുത്ത പല ഉറപ്പുകളും പാലിച്ചിട്ടില്ല. ഇപ്പൊ പ്രവാസി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പലപ്പോഴും പ്രഖ്യാപിക്കപ്പെട്ടതുമായ ചില പദ്ധതികൾ ബാങ്കുകളിൽ ചെല്ലുമ്പോൾ അതിനെന്തും ഫണ്ട് കൊടുക്കാനോ അതിന് സ്കീമിൽ ലോൺ കൊടുക്കാനോ തയ്യാറാവാത്ത ബാങ്കുകൾ, ഇങ്ങനെ പ്രായോഗിക പ്രശ്നങ്ങൾ വേറെ. കാര്യമായ ഒരു പുനരധിവാസ പാക്കേജും പ്രവാസികൾക്ക് സ്കൂളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് പദ്ധതികൾ പറഞ്ഞു. അതൊന്നും നടപ്പിലായില്ല എന്നുള്ള വിമർശനം പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിക്കുന്നു. എന്താണ് പറയേണ്ടത്? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനരധിവാസം, മടങ്ങിപ്പോകുന്ന പ്രവാസികളെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പദ്ധതിയുണ്ട്, മെഗാ അല്ലെങ്കിൽ പേൾ എന്ന് പറയപ്പെടുന്ന പദ്ധതി. സാധാരണ നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസിക്ക് 2 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ഒരു പദ്ധതിയാണ്. പല പദ്ധതികളും പ്രവാസികൾക്ക് വേണ്ടിയുണ്ട്. പക്ഷേ പ്രവാസികളായിട്ടുള്ള നമ്മൾ അത് എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം. പദ്ധതികൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമാണ്. ആ പദ്ധതികൾ നടപ്പിലാകുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പൊ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാസി സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി വന്നല്ലോ. സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഇത്രയും അധികം നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു സംവിധാനം വേറെ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ മാസം അവസാനിച്ച അതിന്റെ പ്രീമിയം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പ്രവാസികൾ അതിന്റെ അംഗങ്ങളായി മാറുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രവാസികൾക്ക് അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഈ ഗവൺമെന്റ് ഈ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. താങ്കൾ ലോക കേരള സഭയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ലോക കേരള സഭയിൽ ഞാൻ ലോക കേരള സഭാംഗമാണ്. അങ്ങനെ ലോക കേരള സഭയിൽ എന്നെപ്പോലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി പരിശോധിക്കപ്പെട്ട് അതിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച 10,000 സഹോദരിമാരെ നഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്തു. ഈ നോർക്കയിലൂടെ തന്നെയാണ് നമ്മുടെ ലോക കേരള സഭാംഗങ്ങൾ പറഞ്ഞിട്ടുള്ള വിവിധ ബ്ലാക്ക് ലിസ്റ്റിലുള്ള കമ്പനികളുണ്ട്. അവരെയൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സർക്കാർ നേരിട്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടത്തി വിവിധ രാജ്യങ്ങളിലേക്ക് നഴ്സുമാർ, ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന നഴ്സുമാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ലോക കേരള സഭയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാസികളെ ഇത്രയധികം ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടി തന്നെയായിരിക്കും പ്രവാസികൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നവകേരള സൃഷ്ടിക്കായി ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ പ്രവാസികളായിട്ടുള്ള പൊതുരംഗത്തുള്ള ഒരുപാട് സംഘടനാ നേതാക്കന്മാരൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പുരോഗമന സംഘടനകളോടൊപ്പം ഉണ്ട്. എത്രമാത്രം അവർക്ക് പ്രാതിനിധ്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ജിദ്ദയിൽ നിന്ന് മാത്രം നവോദയ പ്രവർത്തകരായിരുന്ന ഏതാണ്ട് 50ഓളം പേര് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 50ഓളം പേരിൽ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 38 പേർക്ക് വിജയം ഉണ്ടാകുവാൻ കഴിയുന്നതാണ്. അപ്പോ ഇടതുപക്ഷം ഈ പ്രവാസികളെ കൃത്യതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. എവിടെയെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ പ്രവാസികളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജിദ്ദയിൽ നിന്ന് മാത്രം ഏതാണ്ട് 38 പരം ആൾക്കാർ വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രാഷ്ട്രീയം നമുക്കൊക്കെ തന്നെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനമാണെങ്കിൽ പോലും വ്യക്തമായ രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവർ തന്നെയാണ്, വ്യക്തമായ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസി മലയാളികളാണ്. അത് നിങ്ങൾക്ക് ഏത് ഫീൽഡ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്ത് നോക്കിയിരിക്കുന്നേ മനസ്സിലാകും. പ്രവാസികളാണ് ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളത്. അവരൊക്കെ തന്നെ അവരുടെ ജോലി കഴിഞ്ഞതിന് ശേഷം നാട്ടിലെ ഈ പറഞ്ഞ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് നമ്മൾ കണ്ടുകൂടാതെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതിൽ എല്ലാ അർത്ഥത്തിലുമുള്ള
ഒരു സപ്പോർട്ട് പ്രവാസികളുടെ ഭാഗത്തുനിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും